തൊഴിലുറപ്പ് ബില്ലിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ന് ലോക് ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ദേശവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ പങ്കെടുക്കും. ഗോപാൽ ശിലാസനിൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, എടുത്തു പറയേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഒരാവശ്യവും അംഗീകരിക്കാതെ ധൃതിപ്പെട്ടുള്ള ബില്ല് പാസാക്കലായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണോ? ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും? തീർച്ചയായിട്ടും ഏകപക്ഷീയമായ തീരുമാനമാണ് ഇത് എന്ന് ആദ്യം മുതൽക്കേ തന്നെ കോൺഗ്രസും UDF-ഉം പ്രതിപക്ഷവും എല്ലാം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ദേശവ്യാപകമായി തന്നെ തൊഴിലുറപ്പ് ബില്ലിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമാക്കുമെന്നും അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഇന്ന് തിരുവനന്തപുരത്തും വലിയ തോതിലുള്ള സമര പരിപാടികൾക്കാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. DCCയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് ലോക് ഭവനിലേക്ക് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. മ്യൂസിയം പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. അതിനോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷി, പവൻ ഖേര എന്നിവർ ഈ പരിപാടിയുടെ ഭാഗമാകും. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സാധാരണക്കാരായ ജനങ്ങൾ, ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങി വലിയൊരു ജനബാഹുല്യത്തെ കൊണ്ടുവന്ന ഒരു ശക്തി പ്രകടനം എന്ന നിലയ്ക്ക് ഇത് ശ്രദ്ധ നേടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഇതിനെ കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയ തയ്യാറെടുപ്പുകളും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തെ രാജ്യവ്യാപകമായും സംസ്ഥാന വ്യാപകമായും കേന്ദ്ര നേതൃത്വത്തിനെതിരെയും അതിനോടൊപ്പം തന്നെ BJP നേതൃത്വത്തിനെതിരെയും രാഷ്ട്രീയ ആയുധമാക്കി പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. വ്യക്തമാണ്. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.